പ്രജിതേ, ഈ എൻ രാധാകൃഷ്ണനെതിരെ നിരവധി ശത്രുക്കൾ തന്നെ പാർട്ടിയിലുണ്ട്. അപ്പോൾ ഈ വെടി ഇപ്പോൾ പൊട്ടിയിരിക്കുന്നത് പാതിവില തട്ടിപ്പിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എൻ രാധാകൃഷ്ണനെതിരെ ഈ പാതിവില തട്ടിപ്പ്, വണ്ടിയുടെ പാതിവില തട്ടിപ്പില് അദ്ദേഹത്തിനെതിരെ പരാതി വന്നു കഴിഞ്ഞപ്പോൾ നിരവധി നേതാക്കളുടെ, പല പാർട്ടിയിലെയും പല നേതാക്കളുടെയും പേരുകൾ ഇപ്പോൾ പുറത്തു വന്ന് കേൾക്കുന്നുണ്ട്. അപ്പൊ ED അന്വേഷണത്തിന് വരുമെന്ന് പറയുന്നുണ്ട്. BJP കേന്ദ്രത്തിൽ ഭരിക്കുന്നു. സാധാരണ ഇവിടെ കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിലോട്ട് ED വന്നു കഴിഞ്ഞിരിക്കുന്ന സംഭവങ്ങൾ മുഖ്യമന്ത്രിയുടെ മകളുടെ തട്ടിപ്പ്, ബാക്കി നമ്മുടെ തൃശ്ശൂരത്തെ ബാങ്ക് ഉണ്ടല്ലോ, കരുവന്നൂർ ബാങ്കിലെ തട്ടിപ്പ്. അപ്പൊ ഈ തട്ടിപ്പുകളുടെ കഥ അന്വേഷിക്കാൻ വന്ന EDക്ക് ഒറ്റ രാഷ്ട്രീയ പാർട്ടിയെ മാത്രം പ്രതിയാക്കിക്കൊണ്ടാണ് അന്വേഷിക്കാൻ വന്നത്. ഇവിടെ ഇപ്പൊ ഈ കണ്ട എല്ലാ ആശാന്മാരും കൈയിട്ട് വാരി അളിച്ചിട്ടുണ്ട്. കിട്ടിയതൊക്കെ ഇങ്ങനെ എടുത്ത് പോക്കറ്റിലാക്കിയിട്ടുണ്ട്. അപ്പൊ എങ്ങനെ തുടങ്ങും, എവിടെ തുടങ്ങും? ആദ്യം എൻ രാധാകൃഷ്ണന്റെ കുറ്റിക്ക് പിടിക്കോ, അതെ അനന്തുവിന്റെ കുറ്റിക്ക് പിടിക്കോ, സുരേന്ദ്രന്റെ കുറ്റിക്ക് പിടിക്കോ, ഇനി രമേശിന്റെ അല്ല, ശേഷം മറ്റേ ആ ലേഡി ഉണ്ടല്ലോ, ആ മറ്റേ ലാലി വിൻസെന്റ്. ഇതില് ശരിക്കും പെട്ടിരിക്കുന്നത് BJP തന്നെയാണ്. കാരണം ഇവർ ഈ EDനെ അങ്ങോട്ട് കുപ്പിന്ന് ഭൂതം വന്ന പോലെ ഇങ്ങനെ ഇറക്കി വിട്ട് അങ്ങനെ ചെയ്യും എന്നൊക്കെ വിചാരിക്കുമ്പോഴേ, നമ്മളിപ്പോൾ പറഞ്ഞ ലിസ്റ്റ് ഉണ്ടല്ലോ, അതായത് MT രമേശിന്റെ മെഡിക്കൽ കോഴ, K സുരേന്ദ്രന്റെ കൊടകര ഉൾപ്പെടെയുള്ള കോഴ കേസുകൾ, V മുരളീധരനെതിരെ 2006 മറ്റോ തിരഞ്ഞെടുപ്പ് ഫണ്ട് വന്നതിൽ മുഴുവനും ദുബായിൽ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്തതിനെ കുറിച്ചുള്ള ആരോപണം, പിന്നെ ആ ഒരു സംഭവമുണ്ട്. പിന്നെ ശ്രീകൃഷ്ണൻ പറഞ്ഞ V മുരളീധരന്റെ പാതിവില തട്ടിപ്പ് കോഴയുണ്ട്. അങ്ങനെ എല്ലാം തന്നെയുണ്ട്. പിന്നെ ഈ തരത്തിലുള്ള, അതായത് ഈ പറഞ്ഞതെല്ലാം തന്നെ പ്രധാനപ്പെട്ട നേതാക്കളാണല്ലോ കേട്ടോ. അപ്പൊ ഈ പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരെ മുഴുവനും ഈ കോഴയാരോപണം പല രീതിയിലുള്ളതുണ്ട്. അപ്പൊ എൻ രാധാകൃഷ്ണനെതിരെ ഇപ്പോ പാതിവില തട്ടിപ്പിൽ ED വന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും രാധാകൃഷ്ണൻ ഇടയും. അപ്പൊ ചോദിക്കും MTയുടെ മെഡിക്കൽ കോഴ എന്തായി, MT രമേശിന്റെ. അപ്പൊ അങ്ങനെ ചോദിക്കാം. അപ്പൊ MT സുരേന്ദ്രന്റെ ഇതെന്തായി, മറ്റേ നമ്മുടെ കൊടകരയിലെ ചാക്കിലെ പണം രമേശ് ചോദിക്കും, ചേട്ടൻ പറഞ്ഞതല്ലേ കൊടകര ചാക്കില് പണം കൊണ്ടുവന്ന് കണ്ട് ഞെട്ടിപ്പോയി മറ്റേ സതീഷ്, ശ്രീശം വരെ പറഞ്ഞു വെളിപ്പെടുത്തിയ കാര്യങ്ങളാണ്. ഇതിലെന്താകും എന്നുള്ളത് ഇവരുടെ ഒരു വിചാരത്തിൽ ഇപ്പോ ഈ പറഞ്ഞ നേതാക്കൾക്കെല്ലാം തന്നെ പിണറായി വിജയനുമായിട്ട് ബന്ധമുള്ള നേതാക്കളാണ്. അതായത് അലിഖിതമായിട്ട് ഇവർ തമ്മിലൊരു ബിസിനസ് നടക്കുന്നതാണ്. പ്രധാനമായിട്ടും V മുരളീധരനും K സുരേന്ദ്രനും ഈ എൻ രാധാകൃഷ്ണനും ഉൾപ്പെടെയുള്ള ഒരു വിങ് ഉണ്ട്. ഈ വിങ് ആണ് ഇവിടെ കേരളത്തിലെ BJPയെ KJP ആക്കുന്നതും ഇവിടുത്തെ വളർച്ചയെ താഴത്തേക്ക് കൊണ്ടുപോകുന്നത് ഇവർ തന്നെയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു വേള ഇനി തിരഞ്ഞെടുപ്പ്, അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് വരെ ഈ ഒരു സംഭവത്തിൽ ഈ കാര്യങ്ങൾ അന്വേഷണം പോവുകയാണെങ്കിൽ BJP, അതായത് കേന്ദ്ര നേതൃത്വത്തിന് നേരിട്ട് ഇതിലേക്ക് കാര്യമായിട്ട് ഇടപെടൽ നടത്താതിരുന്നാൽ അത് പാർട്ടിക്ക് ഒരു വളർച്ചയുണ്ടാക്കും. മാത്രമല്ല ഇനി വരുന്നത് BJP സംസ്ഥാന അധ്യക്ഷനായിട്ട് വരുന്നത് ശോഭാ സുരേന്ദ്രനാണ് എന്നുള്ളതാണ് ഇതുവരെ നമുക്ക് കിട്ടിയ വിവരം. അപ്പോൾ അത്തരത്തിൽ ഒരു സൂപ്പർ ലേഡി ജനപ്രിയ നേതാവ്, അതെ. അപ്പോ BJPയിൽ തന്നെ ജനപ്രിയ നേതാവ്, അതെ. അവര് സൂപ്പർ ലേഡി എന്ന് പറയാതിരിക്കാനും പറ്റാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ആ ഒരു നേതാവ് അമരത്ത് വരികയാണെങ്കിൽ ശോഭാ സുരേന്ദ്രന് വെട്ടൊന്ന് മുറി രണ്ടാണ്. അല്ല, അത് എനിക്കത് പറയുമ്പോഴേ, നമ്മൾ ഈ പറയുന്ന പോലെ പ്രവർത്തകരായിരിക്കുമ്പോൾ നമുക്ക് പലതും ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറയാം. നമ്മളിപ്പോൾ സഹപ്രവർത്തകരാണ്. ഈ പ്രസ്ഥാനത്തിലൊരു എക്സിക്യൂട്ടീവ് എഡിറ്റർ റാങ്കിലേക്ക് പ്രജിതയ്ക്ക് ഒരു പോസ്റ്റ് ആയിരുന്നു. നാളെ മുതൽ പ്രജിതയ്ക്ക് എക്സിക്യൂട്ടീവ് എഡിറ്റർ സീറ്റിൽ ഇരുന്നേ പണി ചെയ്യാൻ പറ്റുള്ളൂ. രാവിലെ വരുമ്പം ഇപ്പം തമാശ പറഞ്ഞ പോലെയൊന്നും ഇവിടുന്ന് തമാശ പറയാൻ പറ്റൂല. അതേപോലെ നമ്മളിപ്പോൾ തമാശയല്ല, ഇപ്പം നമ്മൾ ജോലിക്കാണെങ്കിലും ഇപ്പോൾ ആ സീറ്റിന് ഒരു പവർ ഉണ്ട്. അപ്പോൾ ആ പവറിൽ പിന്നെ അയ്യപ്പൻ ചേട്ടാ അല്ലെങ്കിൽ ഐശ്വര്യ നമുക്ക് ഇന്ന് ചെയ്യേണ്ട സ്റ്റോറികൾ എന്തൊക്കെയാണ് എന്ന് തുടങ്ങും. പിന്നെ ചായ കുടിക്കാൻ പോകുമ്പോൾ വേണമെങ്കിൽ ഞാൻ പറയും കുറച്ച് മുട കൂടുതലാണ് കേട്ടോ, ഇത്തിരി ഒന്ന് കുറച്ചാൽ കൊള്ളാം എന്ന് വേണമെങ്കിൽ ഞാൻ പേഴ്സണലി ഞാൻ പറയും. പക്ഷേ ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ ഒരു സാധാരണ നേതാവാണ്. ഈ സാധാരണ നേതാവായ ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ പ്രസിഡന്റ് ആയി കഴിയുമ്പോൾ ഇപ്പൊ സാധാരണ നേതാവ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ അവരിപ്പോൾ കേന്ദ്ര കമ്മിറ്റി അംഗമോ സംസ്ഥാന കമ്മിറ്റി അംഗമോ ആയിരിക്കാം. അപ്പോൾ അവർക്ക് പറയാൻ പറ്റും. അവരിപ്പോൾ കൊടിയേരിയെ പറഞ്ഞു, അതെല്ലാം പറഞ്ഞു. പക്ഷെ ആ കസേരയിൽ ഇരിക്കുമ്പോൾ പറയുന്നതിനൊരു പരിമിതിയുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ അവര് സ്വന്തം പാർട്ടിക്കാരെ വെട്ടാനൊന്നും അവർ കൂടെ നിൽക്കില്ല. സ്വന്തം പാർട്ടിക്കാരെ വെട്ടാൻ കൂടെ നിൽക്കില്ല. പക്ഷെ ഒരു പരിധി വരെ നിൽക്കില്ല. ഈ ശോഭാ സുരേന്ദ്രന് ഏറ്റവും താങ്ങായിട്ട് നിൽക്കുന്നത്, കേന്ദ്രത്തിലെ ഏറ്റവും താങ്ങായി നിൽക്കുന്നത് ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ്. പിന്നെ ഇവിടെ പലപ്പോഴും
BJPയുടെ വളർച്ചയ്ക്ക് മൂട്ടിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന സുരേന്ദ്രനും V മുരളീധരനും ഉൾപ്പെടെയുള്ള ഗ്യാങ് ആണ്. അത് പറയുമ്പോഴേ ഞാൻ ഈ പറയുന്ന പോലെ ഞാനിത് ഒപ്പോസ് ചെയ്യാൻ പറയുന്നതല്ല. ഞാൻ ഒരു സംഗതി പറയാം. ഇപ്പൊ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു സാധാരണക്കാരനായ ഒരു പയ്യനെ, ഒരു ചെറുപ്പക്കാരനാ, ഞാൻ പയ്യൻ എന്ന് പറയുന്നത് ചെറുപ്പക്കാരനായതുകൊണ്ട് അതിന് വലിയ പ്രായമൊന്നുമില്ല. മകൻ കല്യാണം കഴിഞ്ഞു എന്നുള്ളത് 1000 പ്രായത്തിൽ വിവാഹം കഴിച്ചുകൊണ്ടായിരിക്കാം. ഏതായാലും സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കൊണ്ടുവന്ന് തലപ്പത്തേക്ക് കേരളത്തിൽ വെക്കുമ്പോൾ ആരെല്ലാം ഇവിടെ നേതാക്കളായിട്ട് ഉണ്ടായിരുന്നറിയോ? സംസ്ഥാന തലത്തിൽ അവരെല്ലാം വെട്ടി പ്രസിഡന്റ് ആക്കി. എന്നിട്ട് സുരേന്ദ്രൻ ഇവിടെ ഇരുന്നിട്ട് 3 തവണയെങ്കിൽ 3 തവണ നരേന്ദ്രമോദിയെ കേരളത്തിൽ കൊണ്ടുവന്ന് സുരേഷ് ഗോപിക്ക് ലോകസഭയിൽ ഒരു സീറ്റ് കിട്ടിയത് നിസ്സാര കാര്യമാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ചേട്ടാ, സുരേഷ് ഗോപിക്ക് സീറ്റ് കിട്ടിയത് സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രഭാവം കൊണ്ടാണ്. മാത്രമല്ല ചേട്ടാ, ഞാൻ സമ്മതിക്കില്ല. അത് മാത്രമല്ല, ഞാൻ സുരേന്ദ്ര പക്ഷക്കാരനല്ല. ഞാനും പക്ഷക്കാരനല്ല. ഞാൻ പറയുന്നു, സുരേന്ദ്രൻ ഇവിടെ വന്നിട്ട് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു ഘട്ടത്തിൽ അദ്ദേഹം ഈ ഒരു വീതം വെയ്പ്പിന് പോകുന്നുണ്ട്. വീതം വെയ്പ്പിന് പോകുന്നത് തുടങ്ങി തന്നെയാണ് ഇവിടെ വളർച്ച ഇല്ലാതെ പോകുന്നത്. ഇന്നലെ തുടങ്ങിയതല്ല. അതിന്റെ പേരില് സുരേഷ് ഗോപിക്ക് സീറ്റ് കിട്ടിയത് സുരേഷ് ഗോപിക്ക് സീറ്റ് കിട്ടിയതല്ല. സുരേഷ് ഗോപി ജയിക്കാനായി തൃശ്ശൂർ മത്സരിക്കുമ്പോൾ ഇവിടെ 3 തവണയെങ്കിൽ 3 തവണ നമ്മുടെ പ്രധാനമന്ത്രി വന്നു. ചേട്ടാ, സുരേഷ് ഗോപിക്ക് വേണ്ടി മോദി വന്നു. മോദിയെ കൊണ്ടുവന്നതിന് പിന്നിൽ സുരേന്ദ്രനുണ്ട്. സുരേന്ദ്രനല്ല, സുരേഷ് ഗോപിക്ക് നേരിട്ട് കേന്ദ്ര സർക്കാരിലുള്ള പിടിപാട് തന്നെയാണ്. ഭാഗികമായിട്ടാണെങ്കിൽ തന്നെ ചേട്ടാ, എന്തുകൊണ്ടാണ് പല സ്ഥലങ്ങളിലും സുരേന്ദ്രൻ അവിടെ എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല? സുരേന്ദ്രനെ അവിടെ കണക്കിലെടുത്തിട്ട് പോലുമില്ല. മോദി വരുന്ന സമയത്ത് സുരേഷ് ഗോപിയും മോദിയും മാത്രമാണ് റോഡ് ഷോയിൽ ഉണ്ടായിരുന്നത്. ഞാനൊരു സംഗതി പറയാം. ഇപ്പൊ ഞാനൊരു ഉദാഹരണം വേണമെങ്കിൽ പറയാം. ഇപ്പൊ നമ്മള് ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരാളെന്ന രീതിയിൽ ഇതിന്റെ ഒരു ക്രെഡിറ്റ് വരുമ്പോൾ ആ ക്രെഡിറ്റിന്റെ ഒരു ഭാഗം അറിഞ്ഞോ അറിയാതെയും ആ പ്രസ്ഥാനത്തിലുള്ള ആൾക്കും കൂടെ ബാധകമായിട്ട് വരും. അതാണ് അങ്ങനെ വരും. ഭാഗികമായിട്ടെങ്കിലും അറിഞ്ഞോ അറിയാതെയോ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാനും പറഞ്ഞത്. അറിയാതെ സുരേന്ദ്രന് ഇതിന്റെ അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് നേതാക്കൾ മാത്രമല്ല, അണികൾക്കിടയിൽ നിന്ന് സുരേന്ദ്രൻ മാത്രമാണ് ഇതിനുള്ള, അതായത് സുരേഷ് ഗോപിയുടെ വിജയത്തിന് പിന്നിൽ സുരേന്ദ്രൻ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞപ്പോൾ അണികൾ ഉൾപ്പെടെയുള്ളവർ ഇളകിയതാണ്. അറിഞ്ഞോ അറിയാതെ എന്ന് ചേട്ടൻ പറഞ്ഞതിൽ അറിയാതെ എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ഇതിൽ കൂട്ടിച്ചേർത്ത് വായിക്കാം. സുരേന്ദ്രൻ ഇതിനു വേണ്ടിയിട്ട് കേരളത്തിൽ പിണറായിക്ക് വേണ്ടി പണിയെടുത്തു എന്നല്ലാതെ സുരേന്ദ്രൻ കൃത്യമായിട്ട് സുരേഷ് ഗോപിക്ക് വേണ്ടിയിട്ട് രംഗത്തിറങ്ങിയിട്ടുണ്ടെന്ന് ഒരാളും പറയില്ല. നിങ്ങൾ ഈ പിണറായിക്ക് വേണ്ടി പണിയെടുത്തെന്ന് പറയുന്നില്ലേ? കൊടകര കേസൊക്കെ ഒതുക്കി തീർക്കണ്ടേ? അത് ചേട്ടൻ ആ ലൈനിലേക്ക് വാ. ആ ലൈനിൽ ചേട്ടൻ വാ. ചേട്ടൻ പറ. അതെ, പണിയെടുത്തു എന്നാണ് പറഞ്ഞത്. കൊടകര കേസ് ഒതുക്കി തീർക്കണ്ടേ? പിന്നെ നിങ്ങൾ പിന്നെ ഞാൻ ഒന്നും പറഞ്ഞോട്ടെ, നിങ്ങൾ പറഞ്ഞില്ലേ ഈ കൈയിട്ട് വാരിയെന്ന്. കാലാകാലങ്ങളായി കേന്ദ്രത്തിൽ നിന്ന് വരുന്ന, അതായത് ബിജെപിക്ക് ഇപ്പോഴല്ലേ ഒരു ലോക്സഭ സീറ്റ് കിട്ടുന്നത്. കാലാകാലങ്ങളായി ഇപ്പൊ എന്നു മുതൽ രാഷ്ട്രീയം പ്രജിത നിരീക്ഷിക്കാൻ തുടങ്ങിയോ, ഞാൻ നിരീക്ഷിക്കാൻ തുടങ്ങിയോ, അന്ന് മുതൽ തന്നെ BJP സ്ഥാനാർത്ഥികൾ ഇവിടെ എല്ലാവരും മത്സരിക്കുന്നുണ്ട്. കൃഷ്ണദാസ് മത്സരിക്കുന്നുണ്ട്, പിന്നെ വേറെ ആരൊക്കെ മത്സരിക്കുന്നുണ്ട്, രമേശ് മത്സരിക്കുന്നുണ്ട്, ഈ സുരേന്ദ്രൻ മത്സരിക്കുന്നുണ്ട്, മാറാര് മത്സരിച്ചു വരെ എനിക്ക് ഓർമ്മയുണ്ട്. ഇവർക്കെല്ലാം എന്തിന് നമ്മുടെ രാജേട്ടൻ മത്സരിച്ചിട്ടുണ്ട്. ഇവർക്കെല്ലാം ഒരു ഫണ്ട് ഇങ്ങ് വരും. അങ്ങനെ വരുന്ന ഫണ്ട് കൊടകരയിൽ വന്നതുപോലെ ഇവർക്കെല്ലാം കിട്ടുന്ന ഈ പണം അടുത്ത 5 കൊല്ലം വരെ ഈ കിട്ടുന്ന പണത്തിനെ കാത്താണ് ഇവർക്ക് സ്ഥാനാർത്ഥിയാവുന്നത്. അത് എല്ലാ കൊല്ലവും കിട്ടിയിട്ടുണ്ട്, ഇനിയും കിട്ടും. അടുത്ത കൊല്ലം ഒരു മത്സരം നടക്കുന്നത് വരെ ഈ പൈസ പോക്കറ്റിൽ 500 നോട്ട് കാണക്കൊണ്ട് വെക്കാനായിട്ട് അവിടുന്ന് കൊടുക്കുന്നത് തന്നെയാ, അറിഞ്ഞു കൊടുക്കുന്നത് തന്നെയാ. ചേട്ടാ, ഇതില് ഞാനൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ബാക്കിയുള്ളവർ മത്സരിച്ച് ജയിച്ചതുപോലെയല്ല ഒരിക്കലും ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന നേതാവ് അത് ഞാൻ സമ്മതിച്ചു. അത് ഞാൻ ഖണ്ഡിക്കുന്നില്ല. ആറ്റിങ്ങല് നല്ല 1-ാം തരം മത്സരം, ഏറ്റവും അവസാനം ആലപ്പുഴയിൽ നല്ല 1-ാം തരം മത്സരം. അല്ല, അതിനൊക്കെ ആലപ്പുഴ
ഭൂമിയാണ് അത് മാത്രമല്ല അവര് ഈഴവ കമ്മ്യൂണിറ്റിയിലെ ഒരു സ്ത്രീയാണ്. അവര് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ പാലക്കാട് ആദ്യം അവരെ കൊണ്ട് നിർത്തിയിരുന്നു. പാലക്കാട് നിർത്തി, ഞാൻ ഈ ചരിത്രം പറയുന്നതാണ്, പാലക്കാട് നിർത്തിയിരുന്നു. പാലക്കാടും അവർ ഈ BJP എല്ലാ കാലത്തും അവരെ എടുത്ത് ഇങ്ങനെ കൊണ്ടങ്ങിടും. എവിടെയായാലും ഒരു റബ്ബർ പന്ത് എറിയണ പോലെ അവരെന്താണ് ബൂമറങ്ങ് പോലെ അവിടെ നിന്ന് അവരങ്ങ് വർക്ക് ചെയ്യും. അവർ വർക്ക് ചെയ്ത് അവർ കഴിവാണത്. അത് എത്രത്തോളം പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് സുരേന്ദ്രൻ സെക്രട്ടറി പ്രസിഡന്റ് ആയിരുന്നു കൊണ്ട് സുരേന്ദ്രൻ ഒന്നും ചെയ്തില്ല എന്ന് ഞാൻ സമ്മതിക്കത്തില്ല. അത് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. അറിഞ്ഞോ അറിയാതെയോ എങ്കിലും ഒരു ലോകസഭാ സീറ്റ് കിട്ടുന്നതിന് സുരേന്ദ്രനും കാരണക്കാരനാണ്. ചേട്ടാ, നാളെ ഞാൻ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുക. ഞാൻ പ്രത്യേകിച്ച് വേറൊരാൾക്ക് വേണ്ടി പണിയെടുത്തോണ്ടിരിക്കുക. സ്വഭാവമാണോ ചേട്ടാ? അത് BJPയുടെ എന്ന് പറയരുത് ചേട്ടാ. BJPയിൽ നല്ല അന്തസ്സുള്ള BJP പ്രവർത്തകരുണ്ട്. നിങ്ങൾ പറഞ്ഞില്ലേ ശ്രീശനെ കുറിച്ച്? ശ്രീശൻ വരെ വെട്ടിയിട്ടുണ്ട് കോഴിക്കോടുള്ള ശ്രീശൻ. ഇവരെല്ലാരും വെട്ടിയിട്ടില്ല എന്നല്ല പറയുന്നത്. പക്ഷേ ഇത് പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒരു നേതാവാണ്. പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുന്ന നേതാവിനെ അതുകൊണ്ട് മാത്രമാണ് അവർ BJPയുടെ ക്രൗഡ് പുള്ളർ നേതാവായി മാറുന്നത്. പക്ഷെ അതിൽ പ്രീത പറഞ്ഞ ഒരു കാര്യത്തിൽ എനിക്കുള്ള ഒരു വിയോജിപ്പ് ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ, അവരിപ്പോ ഒരു സാധാരണ അംഗമായിരിക്കുമ്പോൾ ചിലപ്പോൾ പാർട്ടിക്കകത്ത് പ്രശ്നം ഉണ്ടാക്കുമായിരിക്കും. പക്ഷെ അവർ പ്രസിഡന്റായി വന്നു കഴിഞ്ഞാൽ നമ്മൾ കം ടു ദ പോയിന്റിലേക്ക് നമ്മൾ തിരിച്ചു വരാം. നമ്മൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ലഹളയായി, ശരിയാണ്. പക്ഷെ എങ്കിലും നമ്മൾ കം ടു ദ പോയിന്റിലേക്ക് വരുമ്പോൾ, അവർ പ്രസിഡന്റായി വരുമ്പോൾ AN രാധാകൃഷ്ണൻ കുറ്റക്കാരനാണെങ്കിൽ, ഇപ്പൊ അമിത്ഷാ, ഞാൻ എന്നോട് ഇപ്പൊ കുറച്ചു മുമ്പ് പറഞ്ഞു അമിത്ഷാ ഇതിൽ നേരിട്ട് ഇടപെടുകയാണെന്ന്. അൾട്ടിമേറ്റ്ലി ഇപ്പൊ കേന്ദ്രത്തിലെ അമിത്ഷാ ആഭ്യന്തരമന്ത്രിയാണെങ്കിലും സ്വന്തം പാർട്ടിയിലെ ഒരു സ്വന്തം അണികൾ ഇങ്ങനെ തമ്മിലടിച്ച് കൈയിട്ട് പാരുന്നത്, ഒരു വേള അയാൾ നമ്മളൊരു പഴഞ്ചൊല്ല് പറയും, നമ്മളെന്തെങ്കിലും സ്വന്തം പൊണ്ണ് കുത്തി മണപ്പിക്കണം എന്ന് പറയും. നമ്മൾ അങ്ങനെ ഒരു പഴഞ്ചൊല്ല് പറയും, നമ്മൾ എന്തിനു സ്വന്തം പൊണ്ണ് കുത്തി മണപ്പിക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു നേതാവ് ആലോചിക്കുമ്പോൾ, എടാ നീ തലക്കടിച്ച് തമ്മിൽ മരിക്കല്ലടാ എന്നൊരു ഉപദേശം കൊടുത്തുകൊണ്ട് ചിലപ്പോൾ പ്രവർത്തിക്കാനേ അമിത്ഷാ പ്രവർത്തിക്കുള്ളൂ. അങ്ങനെ വരുമ്പോൾ അങ്ങനെ നീങ്ങുള്ളൂ. കാര്യം കോൺഗ്രസ് കുറ്റം പറയാൻ കാത്തിരിക്കുന്നു, CPM കുറ്റം പറയാൻ കാത്തിരിക്കുന്നു. അപ്പൊ ശോഭാ സുരേന്ദ്രൻ വന്നു കഴിയുമ്പോൾ ശോഭാ സുരേന്ദ്രന് എല്ലാവരെയും പിടിച്ച് പൂട്ടിക്കെട്ടാൻ പറ്റില്ല. ശോഭാ സുരേന്ദ്രൻ എല്ലാവരെയും പൂട്ടിക്കെട്ടും എന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അമരത്ത് ശോഭാ സുരേന്ദ്രനാണ് വരുന്നതെങ്കിൽ ഈ കാര്യങ്ങൾ, അതായത് ഒരു ഒത്തുതീർപ്പുകളിലേക്ക് ശോഭാ സുരേന്ദ്രൻ പോകില്ല. മറിച്ച് ഇവിടെ നിന്ന് കൃത്യമായ പ്രവർത്തന റിപ്പോർട്ടും ഇവിടെ ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് കേന്ദ്രത്തെ പണിയെടുക്കാത്തവന്മാരെ പേര് ചെല്ലും. ആ ചെല്ലുന്നതിന്റെ കൂട്ടത്തിൽ പിന്നെ ഇത് വെറുതെ കൈപ്പറ്റാവുന്ന ആരും വിചാരിക്കാൻ വേണ്ട, ഇല്ല, നടക്കില്ല. അപ്പോ പണിയെടുക്കാത്തവരുടെ പേര് അവിടെ ചെന്നത് കൊണ്ട് തന്നെയാണ് ഇത്തവണ ശോഭാ സുരേന്ദ്രന് പ്രാധാന്യം കൊടുക്കുന്നത്. നമ്മളൊക്കെ സ്വപ്നം കാണുന്നില്ലേ, മലർപ്പൊടിക്കാരന്റെ സ്വപ്നം ആവോ അതേ ഇവരാകോ? ഇവരാകും എന്നുള്ളതാണ്. ഞാൻ കേട്ടത് രാജീവ് ചന്ദ്രശേഖരന്റെ പേരാണ് ഇങ്ങനെ പൊങ്ങി രാജീവ് ചന്ദ്രശേഖരന് ഉൾപ്പെടെ താല്പര്യം ശോഭാ സുരേന്ദ്രൻ ആകുന്നതാണ് എന്നാണ് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ള റിപ്പോർട്ട്. നമ്മുടെ സാറ്റലൈറ്റ് ചാനലുകളിലൊക്കെ അവസാനം ഞാൻ കേട്ട് മാറിയത്, ഒരാഴ്ചക്ക് മുമ്പ് കേട്ടത് രാജീവ് ചന്ദ്രശേഖരന് ചാനലുകൾ പല വാർത്തകളും മുക്കുന്നവരാണ്. പേടുണ്ട്, പറഞ്ഞു ജയിക്കാറുണ്ട്, തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. തെറ്റിദ്ധാരണയാണ് മെയിൻ ഘടകം. പ്രധാനപ്പെട്ട ഒരു ചാനലുണ്ട്, നമ്മൾ പേര് പറയുന്നില്ല. നമ്മൾ പറഞ്ഞു വന്നത് ശോഭാ സുരേന്ദ്രൻ കൂടി അമരത്തേക്ക് വരികയാണെങ്കിൽ ഈ അന്വേഷണം കൃത്യമായ രീതിയിൽ പോകാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. കാരണം അവർക്ക് ഇവിടെ വലിയ ഒത്തുതീർപ്പുകൾക്ക് പോകേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ AN രാധാകൃഷ്ണൻ എന്ന വ്യക്തിയിലേക്ക് വരുമ്പോൾ, ഈ AN രാധാകൃഷ്ണൻ എന്ന് പറയുന്ന BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അനന്തുവിന് 2000 മുമ്പ് മുതൽ അനന്തു കൃഷ്ണനുമായിട്ട് പരിചയമുണ്ട്. അപ്പോ ഈ തട്ടിപ്പിന്റെ ആഴം അവിടെയാണ്. ഇപ്പോ ഈ പാതിവില തട്ടിപ്പ് വന്നു എന്നതുകൊണ്ട് ഈ ഒരു തട്ടിപ്പിലാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഇവർ തമ്മിൽ ചേർന്ന് ഇതിനു മുമ്പ് എന്തെല്ലാം തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നുള്ളതൊന്നും പുറത്തു വരാൻ സാധ്യതയില്ല. ഞാൻ പറയുകയാണ്, 2000 മുമ്പ് 2 വലിയ തട്ടിപ്പുകാർ തമ്മിൽ ബന്ധമുണ്ടെങ്കിൽ ആ തട്ടിപ്പുകാർ നേരത്തെയും തട്ടിപ്പ് നടത്തിയിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ടല്ലോ. ശരിയാണ്. അപ്പോൾ ഈ ഒരു തട്ടിപ്പ് വന്നപ്പോഴും ചേട്ടന് കേൾക്കണോ? ചേട്ടൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഞാൻ പോലും അധികം ശ്രദ്ധിക്കാണ്ട് വിട്ട ഒരു കാര്യമാണ്. ആദ്യം 400 കോടിയുടെ ഒരു തട്ടിപ്പ് വാർത്ത ഒരു ചെറിയ പ്രസ് റിലീസ് പോലെ ഒരു പത്രത്തിന്റെ കട്ടിങ് വന്നതാണ് ഞാൻ കാണുന്നത് ആദ്യം. ഇതിനുശേഷം ഈ വാർത്ത അതെ ഈ വാർത്ത തമസ്കരിക്കപ്പെടുകയാണ്. ഇതിനെപ്പറ്റി പിന്നീട് ആരും സംസാരിക്കുന്നില്ല. പിന്നീട്
പരാതികളുടെ എണ്ണം കൂടുന്നുണ്ട്. അതെ, അതെ, അതെ. എണ്ണം കൂടിയപ്പോഴാണ് അനന്തു കൃഷ്ണനെ അറസ്റ്റിലാകുന്നത്. ഇത് കൃത്യമായ ഒരു എന്താ പറയാ പ്ലാൻ ആണ് ചേട്ടാ. കാരണം അനന്തു കൃഷ്ണനെ തട്ടിപ്പ് നടത്തുന്നു, അനന്തു കൃഷ്ണന് മാത്രം അറസ്റ്റിലാവുന്നു. സ്വാഭാവികമായി ഈ ഫണ്ട് ഇത്രയും വീണ്ടും റേസ് ചെയ്തെടുക്കാനും ഇവർക്ക് കൊടുക്കാനുള്ള തത്രപ്പാട് എത്രയാണെന്ന് ചേട്ടന് അറിയാമല്ലോ, കോടികളല്ലേ. അപ്പൊ അനന്തു കൃഷ്ണൻ കുറച്ചു നാള് ജയിലിൽ പോയാലോ അനന്തു കൃഷ്ണന് വേണ്ടതെല്ലാം അവിടെ കൃത്യമായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മാത്രമല്ല പുറമെ നിന്ന് ഈ നേതാക്കളുടെ സംരക്ഷണം കിട്ടുകയും ചെയ്യും. അതെ, ഈ പറയുന്ന കോൺഗ്രസ് CPM നേതാക്കൾ ഉണ്ടെങ്കിൽ പോലും ഇതിന്റെ മൂലബിന്ദു എന്ന് പറയുന്നത് AN രാധാകൃഷ്ണൻ, KS ആനന്ദകുമാർ, അനന്തു കൃഷ്ണനാണ്. ഇവർ 3 പേർ ചേർന്നാണ് ഈ കോഴ ഉണ്ടാക്കുന്നത് അല്ലെ. ഈ ട്രയാങ്കിൾ ആണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോ ഈ അനന്തു കൃഷ്ണനെ പുറമേ നിന്ന് സംരക്ഷിക്കാമെന്ന് ഇവർ തീരുമാനിച്ചിട്ടുണ്ടാകാം. പക്ഷേ അപ്പോഴാണ് ഇപ്പോഴും നമ്മൾ പറയുന്നത് പോലെ ഈ വാർത്ത വീണ്ടും നമ്മൾ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടി വിളിക്കുന്നതും AN രാധാകൃഷ്ണൻ ഇതെടുക്കാതിരിക്കും, ഫോൺ കോൾ അറ്റൻഡ് ചെയ്യാതിരിക്കുന്നതും നമ്മുടെ നന്ദകുമാർ സാറിന്റെ. അപ്പോ അതിനുശേഷവും വീണ്ടും ഈ ആരോപണം വരുമ്പോൾ നമ്മൾ വീണ്ടും ഇതിന്റെ വസ്തുതകൾ പരിശോധിച്ച് നോക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഇത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മുതൽ അനന്തു കൃഷ്ണനുമായിട്ട് ബന്ധമുള്ള ആളാണ് ഈ AN രാധാകൃഷ്ണൻ എന്നുള്ള വിവരം നമുക്ക് കിട്ടുന്നത്. ആ വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അന്ന് വാർത്ത ചെയ്യുന്നത്. അത് പിന്നീട് എല്ലാവരും എടുത്തു. അതിനെ തുടർന്നാണ് ഈ പെട്ടെന്ന് തന്നെ അത്ര നാള് സൈലന്റ് ആയിരുന്ന BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള AN രാധാകൃഷ്ണൻ പത്രസമ്മേളനം കൊടുക്കുന്നത്. പത്രസമ്മേളനം കൊടുക്കുന്നു. അനന്തുവിനെ അറസ്റ്റ് ചെയ്തതിന് ശേഷമാണെന്ന് തോന്നുന്നു എന്റെ ഓർമ്മ. KS ആണോ KN ആനന്ദകുമാറാണോ ഈ പറയുന്ന സായി ഗ്രാമിന്റെ ആനന്ദകുമാർ ചേർന്നിട്ട് പത്രസമ്മേളനം നടത്തുന്നു. അതായത് ഞങ്ങളൊന്നും ചെയ്തിട്ട് സ്വാഭാവികമായി എല്ലാവരും ഇപ്പോൾ ഒളിവിൽ പോയത് എന്തുകൊണ്ടാണ്? സ്വാഭാവികമായി അതെ, ആരോഗ്യ പ്രശ്നം എല്ലാവർക്കും ഈ അറസ്റ്റ് വരുമ്പോ കുഴഞ്ഞു വീഴലൊക്കെ ഉണ്ടാവുന്നതാണ്. അപ്പൊ ബോധക്ഷയം ഉണ്ടാകും. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് ഈ ആനന്ദകുമാറും അനന്തു കൃഷ്ണനും AN രാധാകൃഷ്ണനും ആനന്ദകുമാറിന്റെ അടുക്കൽ ചെല്ലുകയും ഇത്തരത്തിലൊരു സീഡ് കൂട്ടായ്മ ഉണ്ടാക്കാമെന്നും ഇതുവഴി ഇത്തരത്തിൽ തട്ടിപ്പ് നടത്താമെന്നുമാണ് പറഞ്ഞത്. ഈ തട്ടിപ്പിന്റെ ആഴപ്പരപ്പ് കൂടി വന്നപ്പോഴാണ് നമ്മുടെ ഈ വാർത്ത വരുന്നതും ഇത് സ്ഫോടനാത്മകമാകുന്നതും. അതോടുകൂടിയാണ് ഇവർക്ക് എല്ലാവർക്കും നിക്കക്കളിയില്ലാതെ വരുന്നതും. അപ്പോ ഈ കേന്ദ്രത്തിന് നമ്മുടെ കേരളം പിടിക്കുക എന്നുള്ളത് ഇത്തവണത്തെ അവരുടെ ഒരു പ്രധാന ലക്ഷ്യമാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ചേട്ടൻ പറഞ്ഞ നമ്മൾ ഇപ്പൊ നടത്തിയ ഒരു തർക്കത്തിലാണെങ്കിലും ഒരു സീറ്റ് ഇപ്പോൾ കേരളത്തിൽ ലോക്സഭയിൽ കിട്ടിയതും പല കാര്യങ്ങൾ ഉൾപ്പെട്ട ഒരു കാര്യം കൊണ്ട് തന്നെയാണ്. അടുത്തത് നിയമസഭാ തിരഞ്ഞെടുപ്പാണ്. നിയമസഭയിൽ പണ്ട് കിട്ടേണ്ട ശബരിമല സമയത്ത് കിട്ടേണ്ടിയിരുന്ന നിയമസഭാ സീറ്റുകൾ കൂടി ഇത്തവണത്തെ നിയമസഭയിൽ നമുക്ക് കിട്ടണം എന്നുള്ളത് അവരുടെ അജണ്ടയാണ്. ചേട്ടന് അറിയാമല്ലോ, എന്താ പറയാ, ഒരു മൂലക്ക് കിടന്നിരുന്ന ഒരു പാർട്ടിയാണ് BJP. അതെ, ആ BJP ഇന്ന് കേന്ദ്രം ഭരിക്കണമെന്നുണ്ടെങ്കിൽ RSSഉം BJPയും അത്രയേറെ ഗ്രാസ് റൂട്ട് ലെവൽ പണിയെടുക്കുകയാണെങ്കിൽ ത്രിപുരയിൽ സംഭവിച്ചതൊക്കെ സംഭവിക്കാതിരിക്കാൻ സാധ്യത ഉണ്ടാകും. ഇനിയിപ്പോ അടുത്ത ലക്ഷ്യം പുറത്തു വന്നിട്ടുണ്ട്, ബംഗാൾ പിടിക്കുക എന്നുള്ളതാണ്. അത് ഒരു ഇത്രയും പറയുമ്പോൾ ഞാൻ ഇടയ്ക്കൊന്ന് പറഞ്ഞോട്ടെ. അതായത് ത്രിപുര ഒരിക്കലും ലക്ഷ്യം കിട്ടില്ല എന്ന് കരുതിയിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അവിടെ RSSന്റെ ഗ്രാസ് റൂട്ടിലുള്ള വർക്കായിരുന്നു കിട്ടിയത്. 2 ഇന്ത്യ ടുഡേ നടത്തിയിരിക്കുന്ന സർവേ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അടുത്ത നിയമസഭാ ഇലക്ഷനിൽ 30-ൽ പരം സീറ്റ് BJPക്ക് കിട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് പുറമേ പറഞ്ഞു കേൾക്കുന്നത്. ഇന്ത്യ ടുഡേ എന്ന ചാനൽ നടത്തിയ സർവേയുടെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് 3 ലക്ഷമോ 6 ലക്ഷമോ ആൾക്കാരുമായിട്ട് അവർ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന, അതായത് ഹിന്ദു വോട്ടുകൾ ഏതാണ്ട് തന്നെ ഹിന്ദു ഈഴവ വോട്ടുകൾ എത്രയെങ്കിലും ശതമാനം BJPയിലേക്ക് ഇപ്പോൾ ഈ ലോക്സഭാ ഇലക്ഷനിൽ മാറിപ്പോയ ആ പ്രവണതയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നൊരു സർവേ ഫലം കൂടെ വന്നിട്ടുണ്ട്. ഇനി എന്തായാലും തുടങ്ങിയെടുത്ത് തന്നെ ഈ സംസാരം നമുക്ക് അവസാനിപ്പിക്കാം. പറഞ്ഞോളൂ. എന്തായാലും അതിനോട് ചേർത്തൊരു കാര്യം പറയാം. ഇതിന്റെ കുറച്ച് പണിയെടുക്കല് CPM നടത്തി കൊടുത്തിട്ടുണ്ട്. കാരണം പലതരത്തിലുള്ള വിദ്വേഷങ്ങൾ പറഞ്ഞിട്ട് ഒരു ഹിന്ദുക്കളെ പൊതുവായിട്ടൊന്ന് പ്രീണിപ്പിക്കല്ല, ഹിന്ദുക്കളെ വിഘടിച്ച് നിന്നവരെ ഒരുമിപ്പിക്കാൻ
ശമിപ്പിക്കാനായിട്ട് CPM ശ്രമിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു ഗുണഫലം BJPക്ക് കിട്ടാനുള്ള സാധ്യത അല്ല, CPM-ന്റെ ഹിന്ദു സ്നേഹം എന്ന് പറയുന്നത് പണ്ട് ഈ പറയുന്ന ഭീഷ്മരുടെ ആലിംഗനം പോലെ ആവാനേ സാധ്യതയുള്ളൂ. ഭീഷ്മര് അതറിയാമല്ലോ കഥ. ഭീഷ്മര് പിന്നെ ഭീമൻ നമ്മുടെ പഞ്ചപാണ്ഡവരിങ്ങനെ വന്നപ്പോൾ അവരെ ഒന്ന് മക്കളെ നിങ്ങളെ എനിക്ക് ആശ്ലേഷിക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഭീഷ്മർക്ക് നല്ല ആരോഗ്യമുള്ള ആളാണ്, കണ്ണ് കണ്ടുകൂടുന്നേ ഉള്ളൂ. അപ്പൊ കൃഷ്ണൻ കണ്ണ് കാണിച്ചിട്ട് പറഞ്ഞു നിങ്ങളാരും അങ്ങനെ പോയി കെട്ടിപ്പിടിക്കാൻ നിന്ന് കൊടുക്കണ്ട, അങ്ങനെ നിങ്ങളെ പൊടിച്ചു കളയുമെന്ന് പറഞ്ഞു. അങ്ങനെ മനഃപൂർവ്വം പിന്നെ തടിയില് സിമെന്റിലുള്ള പ്രതിമയാണ് കൊണ്ട് വെച്ചു കൊടുത്തത്, തടിയിലുള്ള അങ്ങനെ വേറെ ഒരു കൃത്രിമമാണ്. അപ്പൊ അതേപോലെ CPM-ന്റെ സ്നേഹം എന്ന് പറയുന്നത് എപ്പോഴും വേണോ മാറാം. കാര്യം ഇന്നലെ വരെ ആർഷോയെ പിന്നെ ചേർത്ത് നിർത്തിയിരുന്ന CPM ഇന്നലെ ഗോവിന്ദൻ മാറ്റി പറഞ്ഞു ആർഷോയെ. സ്വന്തം പാർട്ടിയിലെ യുവാക്കളുടെ സംഘടന, സ്കൂൾ കുട്ടികളുടെ സംഘടന SFIയെ പറഞ്ഞില്ല. അപ്പൊ ഞാൻ വിഷയം മാറുന്നതല്ല. എന്തായാലും CPM-ന്റെ ഹിന്ദു സ്നേഹം എന്ന് പറയുന്നത് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള സ്നേഹമാണ്. അടുത്തൊരു വോട്ട് കിട്ടാൻ സാധ്യത എവിടെയാണ്? മലപ്പുറത്ത് നിന്ന് കുറച്ച് വോട്ട് കൂടുതൽ കിട്ടണോ, കോഴിക്കോട് നിന്ന് കുറച്ച് വോട്ട് കൂടുതൽ കിട്ടണോ എന്ന് തോന്നിയാൽ അപ്പോൾ അവർക്ക്, പക്ഷെ അത് ഇനി നടപ്പാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ലീഗിനെ സംബന്ധിച്ച് ലീഗിന് ഇപ്പൊ പഴയ സ്നേഹമൊന്നും ഉണ്ടായിട്ടില്ല. ഇനി ഇതിലേക്ക് വരുമ്പോൾ ഒരു കാര്യം പ്രധാനപ്പെട്ടത് പറയാനുണ്ട്. കാരണം ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പല നേതാക്കൾക്കും ഇതിൽ പങ്കുണ്ട് എന്ന് പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ഇതിൽ ED വരുമ്പോൾ അന്വേഷണം ചെയ്യപ്പെടാൻ പോകുന്ന ഒരാൾ എന്ന് പറയുന്നത് അഡ്വക്കേറ്റ് ജോജോയാണ്. അതായത് ഡൽഹിയിലെ ഇവർക്കിടയിലുള്ള ഇടനിലക്കാരനാണ് ഈ അഡ്വക്കേറ്റ് ജോജോ. അഡ്വക്കേറ്റ് ജോജോയെ ED എന്താ പറയാ ചോദ്യം ചെയ്യുന്ന ഒരു BJPയുടെ ഇടനിലക്കാരനായിട്ട് നിൽക്കുന്ന ഒരാളാണ്. BJPക്ക് ഇതിൽ, അതായത് ഡൽഹിയിൽ ഇവർക്കിടയിൽ നിൽക്കുന്ന പാലമായിട്ട് നമ്മുടെ മുഖ്യ പ്രധാനമന്ത്രിയൊക്കെ പരിചയപ്പെടുത്താനൊക്കെ. അതെ, അപ്പൊ ആ ഒരു പേരില് അദ്ദേഹത്തിന്റെ പോക്കറ്റിലേക്ക് സ്വാഭാവികമായി പോകുമല്ലോ. അപ്പോ അത്തരത്തിൽ ഈ അഡ്വക്കേറ്റ് ജോജോയ്ക്ക് ഇതിൽ പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട്. അതായത് പറയപ്പെടുന്നത് AN രാധാകൃഷ്ണന് വളരെ അത്രയേറെ ബന്ധം, അതായത് V മുരളീധരന് ഉള്ള അത്ര ബന്ധം ഡൽഹിയിൽ AN രാധാകൃഷ്ണനില്ല. അപ്പൊ ഇവർക്കിടയിലുള്ള ആ ഒരു പാലം നിർമ്മിച്ചു കൊടുക്കുന്നത് അഡ്വക്കേറ്റ് ജോജോയാണ്. അപ്പൊ ഇവിടെ നിന്ന് അന്വേഷണം അഡ്വക്കേറ്റ് ജോജോയിലേക്ക് പോവുകയാണെങ്കിൽ അഡ്വക്കേറ്റ് ജോജോയെ കൃത്യമായി ED ചോദ്യം ചെയ്യുമ്പോൾ വെറുതെ അങ്ങ് ചോദ്യം ചെയ്ത് വിടില്ലല്ലോ. അപ്പോൾ കൃത്യമായി പലരുടെയും പേരുകൾ പുറത്തു വരും. അങ്ങനെയാണെങ്കിൽ ഇത് അറസ്റ്റിലേക്ക് പോകുമെന്ന് പറയാൻ പറ്റില്ല. തദ്ദേശ ഇലക്ഷന് മുന്നേ എന്തെങ്കിലും ഡ്രാമ നടക്കും. ഒരു ഡ്രാമ നടക്കാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല.